ണ്ടാവും. അപ്പോൾ എടുത്ത് നോക്കുമ്പോൾ ചക്കയുടെ ചുളയൊക്കെ വെന്തിട്ടുണ്ട്, കുരുവും വെന്തിട്ടുണ്ട്. അപ്പോൾ കുരുവൊക്കെ ഇന്ന് ഉടച്ച് ചേർക്കുകയാണ്. കാരണം ഈ ചക്ക അത്ര നല്ല ചക്ക, നാട്ടിലത്തെ ചക്കമാരി അത്ര നല്ല ചക്കയൊന്നുമല്ല. അത് മുറിക്കുമ്പോഴേ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ആ കുരുവൊക്കെ ഇങ്ങനെ എളുപ്പത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വന്നത്. പക്ഷെ എന്നാലും എല്ലാം വെന്തിട്ടുണ്ട് നന്നായിട്ട്. എന്നിട്ട് അതിന് ഒരു വറവ് മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ, അരച്ച് ചേർക്കണില്ല. ചക്കയിൽ പരിപ്പും ഒന്നും ചേർത്തിട്ടില്ല, വെറുതെ ചക്ക കുരുവും കൂടിയിട്ട് വേവിച്ചിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലുള്ള കുരുവൊക്കെ ഒന്ന് നന്നായിട്ട് ഉടച്ച് ചേർക്കണം. പിന്നെ കുറച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ട് ആ വെളിച്ചെണ്ണയിൽ കടുക് ഇട്ട് പൊട്ടിക്കഴിഞ്ഞ് അതിൽ മുളകും ചുമന്ന മുളകിട്ടു. പിന്നെ കുറച്ച് കരിവേപ്പില ഇട്ട് 1 കപ്പ് നാളികേരവും ചേർത്ത് നാളികേരം നന്നായിട്ട് വറുത്തെടുത്തു. വറുത്തലിശ്ശേരിക്കൊക്കെ എടുക്കണ മാതിരി നന്നായിട്ട് വറുത്തു.